വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ബീഫ് വരട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടനും ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ പ്രഷർ കുക്കറിലാണ് ബീഫ് വേവിക്കുന്നത്. അപ്പോൾ 1 കിലോ ബീഫ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി മാത്രം എടുത്താലും മതി കേട്ടോ, 1 ടേബിൾ സ്പൂണൊക്കെ എടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കണ്ട, ബീഫ് വേവാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 7 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. പിന്നെ ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ച് വേവിക്കുന്ന ടൈമിൽ വ്യത്യാസം വരും. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 90% വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് വരട്ടിയെടുക്കുമ്പോൾ ബാക്കിയൊക്കെ കുക്കായിക്കോളും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 മീഡിയം വലിപ്പത്തിലുള്ള സവാള നേരിയതായിട്ട് കൊത്തി അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. കുനുകുന അരിഞ്ഞെടുക്കണം കേട്ടോ, എന്നാൽ പെട്ടെന്ന് വാടി വന്നോളൂ സവാള. അപ്പോൾ 3 മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുക. പറ്റുമെങ്കിൽ ഒരു ഇളം ബ്രൗൺ നിറാവുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള വാടി വന്നോളും. അപ്പോൾ സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ വലിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അപ്പോൾ ബീഫൊക്കെ വേവിക്കുമ്പോൾ ഒത്തിരി കറിവേപ്പിൻ്റെ ഇല ചേർക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കുറച്ചും കൂടി പൊടികളാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കൂടി ക്രഷ് ചെയ്ത കുരുമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, നല്ലൊരു കളറിന് വേണ്ടിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടിയാണ് ചേർക്കാൻ താല്പര്യമെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലെ ഗ്രേവിയോട് കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ബീഫ് മുഴുവനായിട്ടും വേവിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു 90% മാത്രമാണ് നമ്മൾ വേവിച്ചത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയും ബീഫും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതിനുശേഷം അത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചാൽ മതി. അപ്പോഴേക്കും ബീഫ് കംപ്ലീറ്റ് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ 10 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ ഇത് തുറന്നത്. ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ തന്നെ ഇതിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ. അപ്പോൾ ഈ സമയത്ത് എരിവും ഉപ്പൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്രഷ് ചെയ്ത കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് കുറച്ചും കൂടി കുരുമുളകൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ സിമ്പിളായിട്ടുള്ള ബീഫ് വരട്ടിയതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമ്മൾ വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് വരട്ടാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടതിന്. നമ്മൾ സ്പെഷ്യലായിട്ട് ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല. എന്നാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്